പ്രൈസ് ദി ലോർഡ്. നമ്മൾ 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 1 കൊരിന്തി 15:22 നമ്മളോട് ഇങ്ങനെ വായിക്കുന്നത്: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദാമിൽ എങ്ങനെ എല്ലാവരും മരിക്കുന്നേ? നമ്മളിങ്ങനെ വാങ്ങി ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആദാമിൻ്റെ പാപം മുഴുവൻ ആദാമിൽ, അതിൻ്റെ അനന്തരഫലമായി ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവരും പാപികളായി തീർന്നു, അല്ലെ മരണത്തിന് അതിൻ്റെതായി തീർന്നു. ഈ മരിച്ചവരായി തീരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള തലം നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ: അഴുകിനാറും ശവസമാനമായ പാപികൾക്ക്. അപ്പം പാപത്തിൽ മരിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത് അഴുകി നാറുന്ന ശവത്തിന് തുല്യരാണ്. അത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്, ആദാമിൽ മരിച്ചവരെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തിന് തുല്യനാണ് ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ടോ? അല്ലേ? നമ്മുടെ ചിന്തയിലാ അത്ര മോശമൊന്നുമല്ല. അത്യാവശ്യം ഇച്ചിരി വീഴ്ചയും പരാജയമൊക്കെ ഉണ്ടെങ്കിലും അത്ര മോശമാണെന്നുള്ള ചിന്ത നമ്മളെക്കുറിച്ചില്ല. അതുകൊണ്ടാണ് രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള ഓട്ടത്തിൽ നമുക്ക് കാലിടറിപ്പോകുന്നത്. നമ്മൾ മരണത്തിന് അതിൻ്റെതായി തീർന്നു പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം മരണത്തിൻ്റെ മണമാണ്. അല്ലെ? ഒരു ശവശരീരത്തിൽ നിന്ന് വരുന്ന മണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ നമുക്ക് താങ്ങാനാവത്തില്ല. മൃഗങ്ങളുടെ കുറേ കൂടെ ഒക്കെ നമുക്ക് സഹിക്കാം, പക്ഷെ മനുഷ്യൻ്റെ ശവം അഴുകി നാറുന്ന ആ മണം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ദൈവം നോക്കുമ്പം ആദാമിൽ മരിച്ചൊരു മനുഷ്യൻ്റെ അവസ്ഥ ഏതാ? അഴുകി നാറുന്ന ശവത്തിന് തുല്യരാണ്. മരണത്തിൻ്റെ ഒരു ഗന്ധമാണ് നമ്മളിലുള്ളത്. അവിടെ പറഞ്ഞിരിക്കുക ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പം ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കപ്പെടുന്നത്? ആദാമിൽ എങ്ങനെ മരിച്ചോ അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കപ്പെടുന്നത്. അപ്പം നമ്മളെ ജീവനിലേക്ക് നയിക്കാനായിട്ട് ദൈവം എന്താ ചെയ്തേ? ആദാമിൽ നിന്ന് നമ്മളെ മുറിച്ചെടുത്തു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാട്ടലുവായിരുന്ന നിങ്ങളെ, അതിൻ്റെ അർത്ഥം ആദാമിൽ മരിച്ചവരായിരുന്നു നിങ്ങളെ അവിടുന്ന് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ക്രിസ്തുവില് ഒട്ടിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ആദാമിൽ നമ്മളെ മുറിച്ചെടുക്കുമ്പോൾ ആദാമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമുക്കറിയാം, മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ തൃത്വമാണ്: ആത്മാവ്, ദേഹി, ദേഹം. ആദാമിൽ മരിച്ചവരായിരുന്നു നമ്മളെ ആദാമിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് എഫെസ്യ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഒന്നാമത്തെ വാക്യം: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ വിയർപ്പിച്ചു. അപ്പൊ ആദാമിൽ മരിച്ച് നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അപ്പൊ നമ്മൾ മരിച്ച സമയത്ത് നമ്മളുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് 2-3 വാക്യങ്ങൾ പറയുന്നത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. അങ്ങനെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് ചെയ്തൊരു കാര്യം, പിതാവ് പുത്രനെ ഉയർപ്പിച്ചപ്പോൾ നമ്മളെയും അവനോടുകൂടെ ഉയർപ്പിച്ചു. നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു? ക്രിസ്തുവിലാക്കി. ആദാമിൽ നമ്മളെ മുറിച്ചെടുത്ത് എവിടെ ആക്കി? ക്രിസ്തുവിൽ. 2 കൊരിന്തി 5:17 അതാ നമ്മൾ വായിക്കുന്ന, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത്
ഈ പഴയതെന്ന് പറയുന്നത് ഏതാ? ആദാമിലുണ്ടായിരുന്നത്. അപ്പൊ ആദാമിലായിരുന്നപ്പം മനുഷ്യൻ മരിച്ചെന്ന് പറയുമ്പോൾ അവന് ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും മരിച്ചവനാ. ഈ പാപത്തിന്റെ വിഷം നമ്മളിങ്ങനെ പാടാറില്ലേ, പാപത്തിന്മാ വിഷത്തെ ഒഴിപ്പാൻ. ഈ പാപത്തിന്റെ വിഷം ആദ്യം അവനെ മരണത്തിലേക്ക് അയച്ച ആത്മാവില. നമുക്കറിയാം, ഒരു പാമ്പൊടിയേറ്റൊരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെ? അവൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ നിശ്ചലമായിട്ടാണ് അവൻ ആത്യന്തികമായിട്ട് മരിക്കുന്നത്. ആദ്യം എവിടെ സംഭവിക്കുന്നത്? അവൻ്റെ കരളും കിഡ്നിയും ഹാർട്ടും എല്ലാം നശിക്കും. അങ്ങനെ സാവകാശം അവൻ മുഴുവനായിട്ട് മരിക്കും. എന്ന് പറഞ്ഞതുപോലെ പാപം നമ്മളിൽ ആത്മാവിൽ നമ്മളെ മരിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ദേഹിയിലും ദേഹത്തിലും ഉണ്ട്. ആത്മാവിൽ അന്നേരം തന്നെ നമ്മൾ മരിച്ചു. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതുപോലെ അവർ പാപം ചെയ്തപ്പം മരിച്ചു. അല്ലെ? അന്ന് നമുക്കറിയാം, എല്ലാ ദിവസവും വൈകുന്നേരമാണ് ദൈവം വരുന്നത്. ഇവരെപ്പോഴാണ് പഴം പറിച്ച് തിന്നേ? രാവിലെയാ. പഴം പറിച്ചു തിന്നുകൊണ്ട് നഗ്നരാന്ന് അറിഞ്ഞു. അവർ അത്തിയില കൊണ്ട് ഒരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി വെയിൽ മൂത്തപ്പം എന്നാ പറ്റി? അത് ഉണങ്ങിപ്പോയി. വൈകുന്നേരത്താ ദൈവം വരുന്നത്. അവൻ്റെ കാലിൽ അവർ വിളിച്ചിരിക്കുന്നത്. അപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അവരെന്ത് ചെയ്തു? ആത്മാവിൽ മരിച്ചു. ദൈവത്തിൽ നിന്ന് അവരെ വിളിക്കാൻ തുടങ്ങി. അതാണ് പാപം നിമിത്തം നമുക്ക് സംഭവിച്ചൊരു കാര്യം. അവിടുന്ന് നമ്മളെ കർത്താവ് ചെയ്യുന്ന, നമ്മളെ മുറിച്ചെടുത്ത് എന്ത് ചെയ്യുക? ക്രിസ്തുവിനോടെ ഒട്ടിക്കുക, അല്ലെ ക്രിസ്തുവിലാക്കി വെക്കുക. അന്നേരം ആശരികമായിട്ട് എൻ്റെ പ്രായോഗിക തലത്തിൽ എന്താ നമ്മൾ സംഭവിക്കുന്നത്? റോമാലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന, അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പം ക്രിസ്തുവിലാകുമ്പം, നമ്മൾ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജഡത്തിനോട് ഒരു പൊക്കിൾക്കുടി ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ സ്വീകരിക്കുന്നെല്ലാം എവിടെ നിന്നായിരുന്നു? ജഡത്തിൽ നിന്ന്. എല്ലാം നമ്മൾ ജഡത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതാ ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമായി ചെയ്യുമെന്ന് പറയുന്ന കാര്യം. അപ്പം വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മാവിൽ വീണ്ടും ജനിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ ജഡവുമായുള്ള ആ ബന്ധം പരിച്ഛേദന ചെയ്യപ്പെടുന്നു, മുറിക്കപ്പെടുന്നു. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്നതിന് അമ്മയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. അതുവരെ അത് അമ്മയിൽ നിന്നാണ് എല്ലാം സ്വീകരിച്ചിരുന്നത്. ഓക്സിജനും വളരെ ആവശ്യമായ എല്ലാം അമ്മയിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നത്. ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഉടനെ ആ പൂക്കൾക്കൊടി മുറിക്കുന്നു. ഇതാണ് ആത്മാവിൽ നമുക്ക് ചെയ്യുന്നൊരു കാര്യം. ജഡവുമായിട്ടുള്ള നമ്മുടെ പൂക്കൾക്കൊടി മുറിച്ച് കളയുന്നു. അന്നേരം എന്താ സംഭവിക്കുക? പിന്നെ അമ്മയിൽ നിന്നൊരു കുഞ്ഞൊന്നും സ്വീകരിക്കാത്തതുപോലെ നമ്മളും ജഡത്തിൽ നിന്നൊന്നും. ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ ഈ കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ തലത്തിലാണ് നടക്കുന്നത്. ഇപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു എന്നാണ് പറയുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നു, ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു, പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അപ്പം ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ, ഫിലിപ്പിയർ 3:3 അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യും തന്നെ നാം തന്നെ. അപ്പം അതുവരെ നമ്മൾ എവിടെയാണ് ആശ്രയിച്ചിരുന്നത്? ജഡത്തിൽ. ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജഡപ്രകാരം നടക്കുക, ജഡത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ഇപ്പം 2 തരം ചിന്തകളുണ്ട്. ജഡത്തിൻ്റെ ചിന്തയുണ്ട്, ആത്മാവിൻ്റെ ചിന്തയുണ്ട്. വീണ്ടും ജനിക്കപ്പെട്ട ഒരാൾക്കേ ഉള്ളൂ ആത്മാവിൻ്റെ ചിന്ത. വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ആത്മാവിൻ്റെ ചിന്തയെ ഇല്ല, അവന് ജഡത്തിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരുവൻ ക്രിസ്തുവിലാകുമ്പം അല്ലെങ്കിൽ ആത്മാവിലാകുമ്പം ഒരു പുതിയ സൃഷ്ടിയാകും. അവൻ പിന്നെ സ്വീകരിക്കുന്നതെല്ലാം എവിടുന്നാ? ആത്മാവിൽ നിന്ന്. അതിനു മുമ്പ് സ്വീകരിച്ച എവിടുന്ന? ജഡത്തിൽ നിന്ന്. ഇപ്പം നമ്മളെല്ലാം നമ്മളെ ശോധനയാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒത്തിരി ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷം അതിന് മാറ്റം വന്നിട്ടുണ്ടോ? വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി ഇല്ലേ,
വസ്ത്രത്തിൻ്റെ കാര്യത്തിലുണ്ട്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, സംസാര രീതിയിലുണ്ട്, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷയിലെല്ലാം നമുക്കൊരു പ്രത്യേക മനോഭാവം ഉണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ട് വന്നാൽ നമ്മൾ കോപിക്കും. വീണ്ടും ജനിച്ചതിന് ശേഷം അങ്ങനെ തുടരുകയാണോ അതോ വ്യത്യാസം വന്നിട്ടുണ്ടോ? ശരിക്കും സത്യസന്ധരായിട്ട് നമ്മൾ പറയുകയാണ്, കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് ആ ഇഷ്ടങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. ഇല്ല, നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഭോജനപ്രിയരായിരിക്കും, ഭക്ഷണത്തോട് ഭയങ്കര പ്രിയമായിരിക്കും. വീണ്ടും ജനിച്ചതിന് ശേഷം വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല, വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ലഭിച്ച ഭക്ഷണത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. വീണ്ടും ജനിച്ചതിന് ശേഷം അന്നേരം അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് മാറ്റം വന്നു നമ്മൾ പറയാറുള്ളത്? നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ. എന്ത് മാറ്റം വന്നേ? എന്തെങ്കിലും മാറ്റം വന്നോ? ശരിക്കും മാറ്റം വരണം, പക്ഷെ വന്നോ എന്നുള്ള ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അത് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജഡത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു നിലപാടെടുക്കാൻ തുടങ്ങണം. ജഡത്തിൽ നിന്നൊന്നും സ്വീകരിക്കാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ ജഡത്തിൽ നിന്ന് മാത്രമായിരുന്നു സ്വീകരിക്കുന്നത്, ജഡത്തിൽ നിന്ന് മാത്രം. പക്ഷെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ പിന്നെ അവനെ ആത്മാവിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:3 പറയുന്നത്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. 1 അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതിനു മുമ്പ് നമ്മൾ ആത്മാവില്ല, ജഡവേ ഉള്ളൂ, ജഡപ്രകാരം നമ്മൾ പോരാടുന്നത്. വീണ്ടും ജനനത്തിന് ശേഷം നമ്മുടെ പോരാട്ടം ജഡത്തിൽ നിന്നല്ല, ജഡപ്രകാരം പോരാടുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ പോരാടുന്നത്? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഈ ജഡീകങ്ങളായ പോരിൻ്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? അപ്പം നമുക്കറിയാം, ചെറിയ പിള്ളേരായിരിക്കുമ്പം അവരുടെ ഇഷ്ടക്കേട് അവരെങ്ങനെ പ്രകടിപ്പിക്കുന്നത്? പിണങ്ങി, അല്ലേ? പിള്ളേരായിരിക്കുമ്പം ഇങ്ങനെ പിണങ്ങി ഒരിടത്ത് പോയിരിക്കും, മുഖമൊക്കെ ഉറപ്പിച്ച്, വിളിച്ചാലും മിണ്ട് വില ചിരിക്കുകയില്ല. നമ്മൾ ഒത്തിരി വലുതായതിനു ശേഷം അക്കാര്യത്തിൽ വല്ല മാറ്റവും വന്നോ? ഇപ്പോഴും ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ മിക്കവാറും സഹോദരന്മാരും സഹോദരിമാരും ഒരുപോലെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മോഹമൊക്കെ ഉറപ്പിച്ച് മാറിപ്പോവും, ഇല്ലേ? നമുക്കെന്ത് മാറ്റമാണ് വന്നേ? അതിൻ്റെ അർത്ഥം നമ്മൾ പണ്ട് നടന്ന പോലെ എപ്പോഴും നടക്കുന്നത്. പക്ഷേ ആത്മാവിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ തുടങ്ങുമ്പം ആത്മാവിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ജഡത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ജഡത്തിലുള്ളത് എന്തൊക്കെയാ? നിറനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പം ആത്മാവിലാകുമ്പം ആത്മാവിൽ എന്തൊക്കെയാ ഉള്ളത്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം. അപ്പം ശരിക്കും ഒരാൾ ക്രിസ്തുവിലായി ആത്മാവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് ഏതേ വരാൻ പാടുള്ളൂ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കി. അവിടെ ഫിലിപ്പിയർ 3:3 അപ്പോസ്തലൻ പറയുന്നത്, ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ജഡത്തിൽ നിന്നുള്ള ഒന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ഭയങ്കര സന്തോഷവന്മാരും ചില സമയത്ത് ഭയങ്കര ദുഃഖിതരുമായി പോകുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ജഡത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ആത്മാവിൽ ഈ പറഞ്ഞ നിരാശയോ ഭയമോ ആകുലതയൊന്നുമില്ല. അവിടെ എപ്പോഴും എന്താ ഉള്ളത്? സങ്കീർത്തനം 16 നമ്മൾ എന്താ വായിക്കുന്നത്? 11 വാക്യം, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്ത് എപ്പോഴും പ്രമോദങ്ങളും ഉണ്ട്. അപ്പം അവിടെ എപ്പോഴും അതുണ്ട്, അല്ലേ? ആത്മാവിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ സന്നിധി എവിടെയാണ്? ദൈവം എവിടെ വസിക്കുന്നത്? നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. അവിടെ എപ്പോഴും ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അവിടെ നിന്ന് ആ സന്നിധി വിട്ടിട്ട് എങ്ങോട്ട് പോകും? ജഡത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും. അവിടെ ഇതൊന്നുമില്ല. അവിടെ ഉള്ളത് എന്താ? ഇപ്പം പിള്ളേരൊക്കെ പറഞ്ഞാൽ എപ്പോഴും അരിശം വരിക, ഇല്ലേ? എപ്പോഴും അരിശം വരിക. ജഡത്തിൽ എന്ത് കണ്ടാലും പിടിക്കത്തില്ല, ഇല്ലേ? ഇപ്പം ഈ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ ഉണ്ട്, വെട്ടം കാണത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, ശരിയല്ലേ? ശബ്ദമൊക്കെ കേട്ട് എന്താ വരുന്നത്? ഭയങ്കര അരിശം വരും. വെട്ടം കണ്ടാൽ എന്ന് പറഞ്ഞ പോലെയാ.
നമ്മൾ ജഡത്തിൽ നിൽക്കുമ്പം ജഡത്തിലോട്ട് നമ്മൾ വീണ്ടും ചായുമ്പം ജഡത്തിൽ നിന്ന് സ്വീകരിക്കുമ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മളിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിലല്ല കടക്കാരായിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12 എന്നുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം നമ്മുടെ ക്രിസ്തുജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ ഒരു സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുജീവിതം ഈ പറഞ്ഞ പോലെ ഒരു നരകതുല്യമായിരിക്കും. ശരിക്കും നമ്മൾ ക്രിസ്തീയ ഒരു ഭവനം എന്ന് പറയുമ്പോൾ സമാധാനം കൊണ്ട് നിറഞ്ഞൊരു ഭവനമായിരിക്കണം. അവിടെ പടയ്ക്ക് പുറപ്പെടുന്ന ഒച്ചയും യുദ്ധഹാകളും ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അത് ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ്. അപ്പം ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ, നമ്മൾ ആദാമിൽ മരിച്ചപ്പം നമ്മളിന്ന് ഈ കാര്യങ്ങളൊക്കെ പുറപ്പെട്ടു വന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജീവൻ എല്ലാവരിലും ഇവിടെയും പുറത്തു വരാനായിട്ട് തുടങ്ങും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അതാണ്. 1 കൊരിന്ത്യർ 15 നമ്മൾ തുടങ്ങിയേ. അവിടെ അങ്ങനെ നമ്മൾ വായിച്ചതിൻ്റെ 15-ന്റെ 22-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ ആദാം എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇനി അതിൻ്റെ 47 എന്നുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഈ മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചപ്പോൾ എന്താ നമ്മൾ ഇന്ന് ഈ ദ്രവത്വത്തിൻ്റെ പ്രവൃത്തികളാണ് പുറത്തേക്ക് വന്നത്. മരണത്തിൻ്റെ മർത്യമായത് നമ്മളിന്ന് പുറത്തേക്ക് വന്നത്. എന്നാൽ നമ്മൾ ഇവിടെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടേ? സ്വർഗീയമായത് നമ്മളിന്ന് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു മനുഷ്യൻ നമ്മളെ മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമ ധരിച്ചപ്പം കാണുമ്പം നമ്മളെ എങ്ങനെയായിരുന്നു കാണുന്നത്? കൊലോസ്യർ 3-ാം അധ്യായത്തിൽ പറയാം, നമ്മളെന്താ ധരിച്ചിരുന്നത്? കോപം, ക്രോധം, ശാഠ്യം, ഇങ്ങനത്തെ ഒക്കെ ധരിച്ചിരുന്നത്. അതിന് താഴെ 12-ാം കൊലോസ്യർ 3-ന്റെ 12 വരുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയരും വ്രതന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട് ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ അന്യോന്യം പൊറുക്കുകയും. നമ്മൾ ആദാമിൻ്റെ പ്രതിമ ധരിച്ചപ്പോൾ വഴക്കുണ്ടായാൽ എന്ത് ചെയ്യുമായിരുന്നു? പൊറുക്കുമായിരുന്നോ? ഇനി പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലത് സൂക്ഷിക്കുമായിരുന്നു. കൊരിന്ത്യർ ലേഖനം 13 പറയുന്ന പോലെ നമ്മൾ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കുമായിരുന്നു. പക്ഷെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ ആ ലിസ്റ്റ് സൂക്ഷിക്കത്തില്ല. അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത 14-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? എല്ലാത്തിനും മീതെ സമ്പൂർണ്ണത ബന്ധമായ സ്നേഹം ധരിപ്പിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇല്ല, ഈ ചില കല്യാണ സമയത്തൊക്കെ ഇല്ലേ, ചെറുക്കനും പെണ്ണൊക്കെ ഒരിക്കലും ചെറുക്കൻ ഓവർകോട്ടൊക്കെ ധരിച്ചു വരും ഇല്ലേ, അതിൻ്റെ ഓവർകോട്ടൊക്കെ ഇട്ടാ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്താ കാണുന്നത്? ആ പുറമേ ധരിച്ചിരിക്കുന്ന ഓവർകോട്ട എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞ് നമ്മളെ ഒരാൾ കാണുമ്പം നമ്മൾ എന്താ ധരിക്കേണ്ടിയേ? നമ്മുടെ മുഖത്ത് എന്താ കാണേണ്ടിയേ? സന്തോഷം. അതിനു മുമ്പ് എന്താ കാണുന്നത്? നിരാശയും ആകുലതയും പരാതിയും പിറുപിറുപ്പും. ശരിയല്ലേ? എപ്പോഴും ഒരു പിറുപിറുപ്പിൻ്റെ ആത്മാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു. ഇന്നോ നമുക്ക് ആ കാര്യത്തിൽ മാറ്റം വന്നു. ആ സ്വർഗീയൻ്റെ പ്രതിമ നമ്മൾ ധരിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്നുള്ളതാണ്. സ്വർഗീയൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ: നീതി, സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ പരിശുദ്ധാത്മാവുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പാടി പാടാറില്ലേ, എപ്പോഴും ഞാൻ സന്തോഷിക്കും, എന്നെ യേശു എൻ്റെ ഗാനം. നമുക്ക് എപ്പോഴും സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ചില സമയത്ത് വീണ്ടും അങ്ങോട്ട് മടങ്ങിപ്പോവും, ആദാമിൻ്റെ പ്രതിമയിലേക്ക് മടങ്ങിപ്പോവും. ഈ ക്രിസ്തുവിൻ്റെ പ്രതിമയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളത് വായിക്കുന്നത്. ദൈവപ്രതിമയായ 2 കൊരിന്ത്യർ 4 മുതൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പം ഈ സുവിശേഷത്തെക്കുറിച്ച്, തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായതിൻ്റെ തേജസ്സായി കണ്ടു. എന്തായിരുന്നു കർത്താവിൻ്റെ തേജസ്? അപ്പം നമുക്ക് ആ വിഹാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ചോദിക്കാം, എന്താ നീ യേശുവിൻ്റെ തേജസ്സായിട്ട് കണ്ടേ? അവൾ എന്തു പറയും? കരുണ. അല്ലേ? അവൾ മറക്കൂ എന്നേലും?
എന്ന് പറഞ്ഞതുപോലെ ആദാമിലായിരിക്കുമ്പോൾ നമ്മുടെ തേജസ് എന്താ? നമ്മൾ പലരെ കുറിച്ച് പല അഭിപ്രായം പറയില്ലേ, ആള് ക്ഷിപ്രകോപിയ, അതാണ് ഏറ്റവും പുറമേ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതാ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഭയങ്കര ബഹളം ഉണ്ടാകും അല്ലേ, ക്ഷമിക്കത്തില്ല, കരുണ കാണിക്കത്തില്ല, ഒരു മയവും ഇല്ല. ന്യായപ്രമാണത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ കർത്താവിനെ കണ്ടവരോടൊക്കെ ചോദിച്ചു നോക്കി, അവരെന്തൊക്കെയാണ് കർത്താവ് കണ്ടത്? അപ്പോസ്തലന്മാർ എഴുതി, യോഹന്നാൻ അപ്പോസ്തലൻ എന്താ എഴുതിയേ? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതും ഞങ്ങൾ രുചിച്ചുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ട്, രുചിച്ചറിഞ്ഞു. ഒരിക്കലേ ഇല്ല, ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് പുള്ളി ഇടിമക്കൾ എന്നറിയപ്പെടുന്ന കൂട്ടത്തിൽ വേണ്ടി ആളായിരുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ശമരികൾ കടന്നു പോകാൻ വിലയ്ക്ക് ഉടനെ യോഹന്നാൻ എന്താ പറഞ്ഞേ? പണ്ട് ഏലിയാവ് ചെയ്ത സ്വർഗത്തിൽ തീ ഇറക്കി ഞങ്ങൾ ഇവരെ. ഇപ്പം കർത്താവ് പറഞ്ഞ മറുപടി എന്താ? മനുഷ്യർ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നേ. അവിടെ കണ്ടു യോഹന്നാൻ ആ തേജസ് കണ്ടു. തൻ്റെ ഉള്ളിലെ തേജസ് എന്താ? തീയിറക്കി കൊന്നുകളയുക. പക്ഷെ യേശുവിൻ്റെ തേജസ് എന്തായിരുന്നു? അവരെ രക്ഷിക്കുക. അപ്പം നമ്മൾ ആദാമിൻ്റെ പ്രതിമ ധരിച്ചതുപോലെ തന്നെ സ്വർഗീയനായ കർത്താവിൻ്റെ പ്രതിമയെ ധരിക്കും. അതാ ഇവിടെ 2 കൊരിന്ത്യർ 4 തുടർന്ന് താഴോട്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം വിളയിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇനി ഇതിന് 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, 18-ാമത്തെ വാക്യത്തിൽ, 2 കൊരിന്ത്യർ 3:18, എന്നാൽ മൂടുപടിയിൽ നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പം ആദ്യം നമ്മുടെ ആത്മാവിൽ, ഹൃദയങ്ങളിലാണ് ഈ വെളിച്ചം ആരംഭിക്കുന്നത്. ആ വെളിച്ചം അവിടെ നിന്ന് പുറത്തേക്ക് വരും, നമ്മുടെ ദേഹിയിൽ വ്യാപരിക്കും, പിന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതാണ് 2-ാം അധ്യായത്തിലെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 2:14, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്തി എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന, ഒരു മണം ഇല്ലേ? മുമ്പേ നമുക്കുണ്ടായിരുന്ന മണം ഉണ്ടായിരുന്നു, മരണത്തിൻ്റെ മണം, കോപം, ശാഠ്യം, ദുർമോഹം, അതിൻ്റെ മണം കൊണ്ടാണ് നമ്മൾ നടന്നത്. പക്ഷെ ഇപ്പം നമുക്കുള്ള മണം എന്താ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ മണം. അതിൻ്റെ അനന്തരഫലം എന്താ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ മണം വരുമ്പം എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? 1 കൊരിന്ത്യർ ഇത് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ തന്നെയാണ് 33 വാക്യങ്ങൾ. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്തിന് സദാചാരം കെട്ടുപോകുന്നു, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ ഞാൻ നിങ്ങളെ ലജ്ജിക്കായിരുന്നു. അപ്പോൾ ദൈവിക പരിജ്ഞാനം നമ്മളെ എങ്ങോട്ടാണ് നടത്തുന്നത്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, 2 പത്രോസ് 2:20, കർത്താവും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പം ഈ ദൈവിക പരിജ്ഞാനം നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താ? അത് വിട്ട് ഓടും, പാപം വിട്ട് ഓടും. അപ്പം നമുക്ക് ദൈവപരിജ്ഞാനം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താ? ദൈവത്തെക്കുറിച്ച് അറിവല്ല, പരിജ്ഞാനം. അറിവും പരിജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം സാത്താന് ദൈവത്തെ അറിയത്തില്ലേ? അറിയുക മാത്രമല്ല വിറയ്ക്കുകയും ചെയ്യുന്ന പറയുന്നത്. പക്ഷെ നമ്മൾ വിറയ്ക്കാറുണ്ടോ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട്? എന്താ അതിൻ്റെ കാരണം? നമ്മളെ ദൈവപരിജ്ഞാനത്തിലേക്ക് വന്നിട്ടില്ല. ആ ദൈവപരിജ്ഞാനത്തിൽ വന്ന ഒരാൾക്ക് എന്തുണ്ടാകും? ആന്തരികമായിട്ട് എപ്പോഴും ഒരു ഭയത്തിലായിരിക്കും. ആരോഗ്യകരമായ ഒരു ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭയമാണ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നമുക്ക് അറിവുണ്ട് ഇല്ലേ? ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. ഉദാഹരണം, നമുക്കെല്ലാം ആനയെക്കുറിച്ച് അറിയാം ഇല്ലേ? ആന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. നമുക്ക് ആനയുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? അപ്പം നാട്ടാനെ ആയിക്കോട്ടെ, നമ്മുടെ പറമ്പിൽ കൊണ്ട് കെട്ടി കിട്ടും, നമ്മൾ എന്തുമാത്രം അടുത്ത് ചെല്ലും?
നമുക്ക് ആനയെക്കുറിച്ച് അറിയാം, ആനയെ അറിയത്തില്ല. ആ ആനയെ അറിയാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ യഥാർത്ഥ അർത്ഥം? അതിൻ്റെ സ്വഭാവം അറിയാമെന്നുള്ളതാണ്. ആരാ അതിൻ്റെ അടുത്ത് ധൈര്യത്തോടെ ചെല്ലുന്നേ? അതിൻ്റെ പാപ്പാന. അയാൾക്കറിയാം, ഈ ആനയെക്കുറിച്ച് അറിയാം, അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും സ്വഭാവങ്ങളും. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ചില സമയത്ത് അയാളും അടുക്കുകയില്ല. ഇല്ല, നമുക്കറിയാം, ഈ എന്താ പറയുക, ഈ ഭ്രാന്ത് ഇളകി നിൽക്കുന്ന സമയമുണ്ട്, അന്നേരം പാപ്പാൻ പോലും അടുക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അറിയാമെന്ന് പറയുന്നതും ദൈവത്തെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്കറിയാവുന്ന എന്താ? ദൈവത്തെക്കുറിച്ചറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. ദാവീദിന് ദൈവത്തെ കുറേയേറെ അറിയാവുന്ന ഒരാളായിരുന്നു ദാവീദ്. പക്ഷെ ആ പെട്ടകമായിട്ട് മടങ്ങി വരുമ്പം കാളവണ്ടിയെ കൊണ്ടുവന്നു, കാള വരണ്ടു, പെട്ടകം ചെരിഞ്ഞു, ഉസ്സാ പെട്ടകത്തെ താങ്ങി, അന്നേരം മരിച്ചു. അന്നിങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. അപ്പൊ അതിനുമുമ്പ് ദൈവഭയം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഇല്ലേ? ദാവീദ് സങ്കീർത്തനങ്ങളൊക്കെ ദൈവഭയത്തെക്കുറിച്ചുള്ളതാ. പക്ഷെ അന്ന് ദൈവത്തെ കുറെ കൂടെ അടുത്തറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെക്കുറിച്ചല്ല, ദൈവത്തെ അറിഞ്ഞു. ആ ദൈവത്തെ അറിഞ്ഞതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അടുത്ത പ്രാവശ്യം എങ്ങനെയാ പെട്ടകം കൊണ്ട് വന്നേ? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പുരോഹിതന്മാരാളുടെ തോളെ വെച്ച് ചുമന്ന്, ഇല്ലേ? അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അനന്തരഫലം എന്താ? ദൈവത്തെ ബഹുമാനിക്കാൻ തുടങ്ങും, ആദരിക്കാൻ തുടങ്ങും, ഭയപ്പെടാൻ തുടങ്ങും. പക്ഷെ നമുക്ക് ദൈവത്തെ കുറിച്ചറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. അപ്പം ദൈവത്തെ അറിയുന്ന ഒരാളുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ കൽപ്പനകൾ അങ്ങനെ അനുസരിക്കാൻ തുടങ്ങും. അല്ലെങ്കിലോ കൽപ്പനകളെല്ലാം അറിയാതിരിക്കും, പക്ഷെ അനുസരിക്കത്തില്ല. ഒരു കൽപ്പന പോലും അനുസരിക്കത്തില്ല. കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം കാണാതെ പറയും, പക്ഷെ അനുസരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാലോ അനുസരിക്കാൻ കഴിയത്തില്ല. ഇപ്പം ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പം നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമുക്ക് ദൈവത്തെ അറിയത്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ 17:3, ഏകസത്യവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ്. ആ ദൈവത്തെ അറിയുന്ന, ദൈവത്തെക്കുറിച്ച് അറിയുന്നതല്ല, അല്ലെ കർത്താവിനെ കുറിച്ച് അറിയുന്നതല്ല, കർത്താവിനെ അറിയുന്നതാണ്. ഇപ്പം നമ്മളെങ്ങനെ കർത്താവിനെ അറിയുന്നേ? നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ദൈവത്തെ അറിയാമെന്നുള്ളത്. ദൈവത്തെക്കുറിച്ചല്ല, നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പലതും അറിയാറുണ്ട്, പക്ഷെ ദൈവത്തെ അറിയാറില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ അവിടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കും, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പം ഈ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വരും തോറും നമ്മൾ പൗലോസ് പറഞ്ഞ എല്ലാം ഉപേക്ഷിച്ച് അപ്പും ഉപ്പയും എണ്ണുന്നു, ഇപ്പോഴും എണ്ണുന്നു. ഒരിക്കൽ ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് എണ്ണി, പക്ഷേ മുന്നോട്ട് പോകും തോറും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എണ്ണുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 9-ാം വാക്യത്തിൽ എന്താ പറയേണ്ടത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കും നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും. അപ്പം ക്രിസ്തുവിനെ എങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ? ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. ആ മരണം എന്ന് പറയുന്നത് ഏതാ? ക്രൂശ് മരണമല്ല. ദിനംപ്രതി സ്വന്തം ഇഷ്ടത്തിന് കർത്താവ് മരിച്ച ഒരു വഴിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ഏറ്റു പറഞ്ഞ, പിതാവേ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ശിഷ്യന്മാരോടും പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ മരണം എന്ന് പറയുന്നത് എന്താ? ഒരു പരീക്ഷയുടെ സമയത്ത് ഈ രണ്ട് ഇഷ്ടങ്ങളും വരും. എൻ്റെ ഇഷ്ടമുണ്ട്, ദൈവ ഇഷ്ടമുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഇഷ്ടത്തെ ത്യജിക്കുന്നിടത്താണ് ഈ മരണത്തോട് ഞാൻ കർത്താവിൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് കർത്താവിനെ അറിയാൻ തുടങ്ങുന്നത്. അങ്ങനെ കർത്താവിനെ അറിയുന്ന ഒരാൾ എല്ലാ സമയത്തും ദൈവഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ ഗൗരവമായിട്ട് അനുസരിക്കും, ഹൃദയംഗമായിട്ട് അനുസരിക്കും. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഉപദേശം ശരിയാണോ തെറ്റാണെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ആ ഉപദേശം ശരിയല്ല, ഈ ഉപദേശം ശരിയല്ല, ഇങ്ങനെ ഉപദേശത്തെക്കുറിച്ചുള്ള ഒത്തിരി തർക്കങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥ ഉപദേശം നമ്മളെങ്ങനെ അറിയുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. 16-17 വാക്യങ്ങൾ.
നിങ്ങൾ ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നെന്ന് അറിയുന്നില്ല. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്കറിയാം. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. പക്ഷെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, അല്ലെ പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നീതിക്ക് ദാസന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ സ്വഭാവത്തിന്, ഒരിക്കൽ നമ്മൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ എന്താ ചെയ്യുന്നത്? പാപം പറയുന്നതെല്ലാം അനുസരിക്കുമായിരുന്നു. നീതിക്ക് ദാസനായി തീരുമ്പോഴോ ദൈവ കൽപ്പനയെല്ലാം അനുസരിക്കും. കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞ എബ്രായ ലേഖനത്തില്? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പം നമ്മുടെ ക്രിസ്തു ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ഇപ്പം ഈ അനുസരണത്തിന് പകരം വെക്കാനായിട്ട് ഒന്നുമില്ല. നമുക്ക് അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? നമുക്ക് കൃപ കിട്ടാത്തതുകൊണ്ടാണ്, കൃപയില്ലാത്തത് കൊണ്ടാണ്. കൃപയാണ് നമ്മളെ സഹായിക്കുന്നത്. എന്തുകൊണ്ടാണ് കൃപ കിട്ടാത്തത്? നമുക്ക് താഴ്മയില്ലാത്തത് കൊണ്ടാണ്. അവിടെ നമ്മൾ 1 പത്രോസ് 5:5 എന്താ വായിക്കുന്നത്? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. റോമർ 6:1 അതാ പറഞ്ഞു, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. നമ്മൾ എത്ര പേർക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ആഗ്രഹമുണ്ട്? നമ്മൾ പലപ്പോഴും പാപത്തെ എങ്ങനെയാണ് കാണുന്നത്? തീരെ ലഘുവായിട്ടാണ് കാണുന്നത്, അല്ലേ? അതിനിപ്പോൾ ഒന്ന് അനുസരണക്കേട് കാണിച്ചെന്നും കണ്ട്, അല്ലെ അങ്ങനെയല്ല വിളി, ഒന്ന് മത്സരിച്ചെന്ന് കണ്ട്, അല്ലെങ്കിൽ ഒന്ന് മോഹിച്ചെന്ന് കണ്ട്, ഒന്ന് പരാതി പറഞ്ഞെന്ന് കണ്ട് തന്നെ ഇത്ര വലിയ പാപമാണ്. അത് കാണിക്കുന്നൊരു കാര്യം നമ്മുടെ കർത്താവിൻ്റെ വിളി കേട്ടല്ല വന്നത്. കർത്താവ് ആരെയാണ് വിളിച്ചേ? അല്ല, കർത്താവ് എന്താ വാഗ്ദത്തം ചെയ്തേ? മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അപ്പം കർത്താവ് ഒന്ന് പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, അതിൻ്റെ ആദ്യപടിയായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? പാപത്തിൻ്റെ ശിക്ഷയിൽ നമ്മളെ രക്ഷിക്കുന്നു. റോമർ 5 നമ്മളത് വായിക്കുന്നുണ്ട്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുക വഴി ദൈവം തൻ്റെ സ്നേഹത്തെ കാണിക്കുന്നു. ശത്രു ആയിരിക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, അപ്പം എങ്ങനെ നമുക്ക് നിരപ്പ് വന്നേ? പുത്രൻ്റെ രക്തം, നമ്മുടെ പാപത്തിൻ്റെ എല്ലാം പരിഹാരത്തിനായിട്ട് പുത്രൻ്റെ രക്തം ചൊരിഞ്ഞ് പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ നീതീകരിച്ചു, പാപം ചെയ്യാത്തയാളെ പോലെ ആക്കി തീർത്തു. അതിനുശേഷം പറയുന്നത്, നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ജീവനാൽ. ആ ജീവൻ എവിടുന്നാണ് കിട്ടുന്നത്? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് അനുസരണത്തിൻ്റെ വഴി നടക്കുമ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. ആ ജീവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അത് ജീവനിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ്. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 3 വായിക്കുന്നത്. അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, നമുക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ആ ജീവൻ നമ്മുടെ ആത്മാവിലാണ് ആരംഭിക്കുന്നത്. വീണ്ടും ജനനം വഴി നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഈ നിത്യജീവൻ ഇവിടെ ഉള്ളത് അവൻ്റെ പുത്രനിലാണ് ഉള്ളത്. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്നതിന് ആദ്യത്തേതാ. മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചപ്പോഴുള്ളൊരു കാര്യമാണ്. അവർ മോശ പറഞ്ഞ് വിശ്വസിച്ചു, ഒരു കുഞ്ഞാടിനെ എടുത്തു, അതിനെ അറുത്തു, അതിൻ്റെ രക്തം വാതിലിൻ്റെ കട്ടൽക്കാൽമേലും കുറുമ്പടിമേലും പരട്ടി സംഹാരദൂതൻ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പുറത്തിറങ്ങിയാൽ വധിക്കപ്പെടും. അങ്ങനെ അവർ രക്ഷ പ്രാപിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളും നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ ആ വിശ്വസിച്ചവരുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ യൂദയുടെ ലേഖനം 5-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവർ ആദ്യപടി വിശ്വസിച്ചവരാ. അവർ
യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടു, അല്ല കുഞ്ഞാൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇല്ലേ, ചെങ്കടലിൽ സ്നാനപ്പെട്ടു, മേഘത്തിന് കീഴിൽ ആത്മാവിനാൽ നിറയപ്പെട്ടു. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചില്ല? വാഗ്ദത്തം ചെയ്തവർക്ക് ലഭിച്ചില്ല. കനാൻ. അവർ മരുഭൂമിയിൽ പട്ടുപോയി. അപ്പം നമ്മളോടുള്ള ബന്ധം ഒരു യാഥാർത്ഥ്യമാണ്. ആ രണ്ടാമത്തെ ഘട്ടമാണ് അവർ അവിശ്വസിച്ച് ഉറ്റുനോക്കാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാ. അല്ല, നമ്മളും പലപ്പോഴും കേൾക്കാറില്ല, എനിക്ക് ജീവിച്ചാൽ നല്ലതാ. അല്ലെ, അത് ഒരു സാധാരണ എല്ലായിടത്തും കേൾക്കുന്ന ഒരു, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അത് തന്നെ ഇസ്രായേലും പറഞ്ഞു, ഫലമൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കത് കീഴടക്കാൻ പറ്റത്തില്ല. പക്ഷെ രണ്ടുപേരും എഴുന്നേറ്റിട്ട് എന്ത് പറഞ്ഞു? നമ്മളിങ്ങനെ വായിക്കുന്നത്, അവരെ മോശന് മുമ്പാകെ ഇവരെ അമർത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അങ്ങനല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കീഴടക്കാൻ പറ്റും. പക്ഷെ അവരവിശ്വസിച്ചു. അതുകൊണ്ട് വിശ്വസിച്ച രണ്ടുപേര് കനാനിലെത്തി. അവരവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അപ്പം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവനിധി വായിക്കുന്നൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഒറ്റ മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ, ഹാനോക്ക്. ദൈവത്തോട് നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പിന്നെ ഇത്തെ തലമുറയിലോ 8 പേര്, നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. 8 പേര്. പിന്നീട് ഒരു വലിയ ജനക്കൂട്ടത്തെ ദൈവം വിളിച്ച്, അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ച് അവൻ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി. അവർ മിസ്രൈം വിടുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 6,350 പേര്, പുരുഷൻ 18 വയസ്സ്, അല്ല 20 വയസ്സിന് മുകളിലോട്ടുള്ളവർ, 20 വയസ്സിന് മുകളിൽ ആ കാലഘട്ടത്തിൽ. പക്ഷെ എത്ര പേരെ കനാലിലെത്തിയ? 2 പേര്. എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയാതിരുന്നേ? അവരുടെ അവിശ്വാസം. വേറൊരു ഭാഗത്ത് ഇങ്ങനെ വരുന്നത് അവർ അനുസരണക്കേട്. ഈ അവിശ്വാസവും അനുസരണക്കേട് തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിന് അവരോട് കൈപ്പായിരിക്കരുത്, നമുക്കെല്ലാം അറിയാവുന്ന വാക്യാ, ഇല്ലേ? പക്ഷെ അനുസരിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അനുസരിക്കാത്തത്? അവിശ്വാസം നിമിത്തമാണ്. നമ്മളെന്താ പറയുക? നമ്മൾ അവർ പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല. ഈ കോപത്തെയും ശാഠ്യത്തെയും ഒന്നും ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകലേ ഉള്ളൂ. ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയല്ല നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? എല്ലാത്തിലും ഒന്നും കീഴടങ്ങാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ എടുക്കും, സകലം എന്നുള്ളത് നമ്മളെന്ത് അതിനെക്കുറിച്ച് വേരിയേഷൻ വരുന്നു. ശകലത്തിലും സകലമല്ല, ശകലം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധിച്ച കാര്യങ്ങളിൽ കീഴടങ്ങി, അല്ലാത്തതിലോ കീഴടങ്ങുന്നില്ല. അതിൻ്റെ അനന്തരഫലം എന്താ? ആരുടെ മേലാ ദൈവത്തിൻ്റെ കോപം വരുന്നേ? അനുസരണം കെട്ടവരുടെ മേൽ. എബ്രാഹിം 4 അധ്യായത്തിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ആരോടാ ദൈവം കോപിച്ച്? അനുസരണം കെട്ടവരോടോ, അല്ലാതെ ആരോടാകുന്നു ദൈവം കോപിച്ച്? അപ്പം നമ്മൾ ഇത് ഒരു നേരത്തെ നമ്മൾ വായിച്ചതുപോലെ റോമർ 6:16 വായിച്ചതുപോലെ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ. ഈ അനുസരണം എന്നുള്ളത് നമുക്കറിയാം, നമ്മളുണ്ടായിരുന്ന ആത്മാവേദമായിരുന്നു. അനുസരിക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവായിരുന്നു. ഇപ്പം നമുക്കുള്ള ആത്മാവേദ? പുത്രത്വത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? സകലത്തിലും പിതാവിനെ അനുസരിച്ചു, എല്ലാത്തിലും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഇന്ന് നമ്മുടെ മേലുള്ള ആത്മാവേദ? പുത്രത്വത്തിൻ്റെ ആത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവ്. നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടപ്പിക്കാൻ. ആത്മാവ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. അനുസരിക്കാൻ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ആർക്കാ ഈ അനുസരണം ഭാരമായി തീരുന്നത്? ഈ മത്സരത്തിൻ്റെ ആത്മാവുള്ളവർക്കാ വലിയ വിഷമമാണ്. പക്ഷേ ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരാളെ സംബന്ധിച്ച് അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ അനുസരണക്കേടിൻ്റെ ആത്മാവുള്ള ഒരാൾക്ക് ഈ കഷായം കുടിക്കുന്ന പോലെ ഈ കാര്യങ്ങൾ നിവൃത്തിയില്ലാതെ, ഇല്ലേ? നമ്മൾ പിള്ളേരെയൊക്കെ മരുന്ന് കുടിപ്പിക്കും, കാലേ പിടിക്കും, കയ്യെ പിടിക്കും, ഒരാൾ മൂക്കമർത്തി പിടിച്ച് വായി കുത്തി കുടിപ്പിക്കും, ഒത്തുകെട്ടൊന്ന് തല്ലിപ്പടച്ച് അതിൻ്റെ അകത്താക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ അനുസരിക്കുന്നത്. അതേസമയം ഒരു ഐസ്ക്രീം കഴിക്കുന്നത് എങ്ങനെ? ആരിലും നിർബന്ധിക്കണം. എത്ര ഷുഗർ ഉള്ളവരാണെങ്കിലും ചിലപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചില 2 പ്രാവശ്യമൊക്കെ എടുത്ത് കഴിയും, ഷുഗറൊക്കെ പിന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ ഈ അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പം നമുക്കിതൊരു ഭാരമുള്ള കാര്യമല്ല. ഈ ആത്മാവാണ് നമ്മൾ ഇതിലേക്കെല്ലാം നയിക്കുന്നത്, നമുക്കല്ല. നമുക്ക് ആവത്തില്ല, ആത്മാവ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് ആത്മാവ് കൊണ്ട് നിറയാൻ പറയുന്നത്.
എഫെസ്യർ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുതതിനാൽ ദുർനടപ്പുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനയും ചെയ്യുക. അപ്പം ചിന്തിച്ച് നമ്മുടെ ഉള്ളിലത് ആരംഭിക്കുന്നത്. ഈ പാട്ടും സ്തുതിയും കീർത്തനവും എവിടെ ആരംഭിക്കുന്നത്? അകത്ത് നിന്നാണ്. എന്നിട്ട് അത് അകത്ത് നിറഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ അകത്ത് എന്താ നിറഞ്ഞിരിക്കുന്നത്? പരാതി, കുറുകുറുപ്പ്. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ആരംഭ സമയത്ത് അന്ന് വളരെ ചെറിയൊരു പയ്യനാണ്. അങ്ങനെ ഈ വചനമൊക്കെ കേട്ട് മുന്നോട്ട് വന്ന് പുള്ളി പിന്നെ എന്നാ പറഞ്ഞാലും ആദ്യം സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അറിയാണ്ട് ആദ്യം വായിന്ന് വരുന്നത് സ്തോത്രം എന്നാ. ഇപ്പൊ കൂട്ടുകാരോട് പറയുമ്പോഴും ആദ്യം സ്തോത്രം എന്ന് പറയും സ്കൂളിൽ. കാരണം എന്താ? ഈ പറഞ്ഞ ആത്മാവുകൊണ്ട് നിറഞ്ഞ് ഉള്ളിൽ മുഴുവൻ എന്തായി? സങ്കീർത്തനവും സ്തുതിയും. അത് വന്നിട്ട് വാ വിളിക്കുന്നുണ്ട് ആദ്യം എന്താ വരുന്നത്? എന്താ ഇതിന്റെ കാരണം? ഉള്ളു മുഴുവൻ കർത്താവ് പറഞ്ഞ പോലെ എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദൈവത്തെ സ്തുതിക്കുന്ന ഒരാത്മാവ്, ഒന്നിനെക്കുറിച്ചും പരാതിയില്ല, പിറുപിറുപ്പില്ല. ഈ ഒരു കനാനാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് അവിടെ പ്രവേശിക്കാനുള്ള ആഗ്രഹമുണ്ട്? ആഗ്രഹം മാത്രം പോരാ, ഈ ആഗ്രഹം കൊണ്ട് അവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല. വിശ്വാസത്താലാണ് നമ്മളവിടെ പ്രവേശിക്കുന്നത്. ആ വിശ്വാസം എന്താ ഏറ്റു പറയുന്നത്? ദൈവം അതെൻ്റെ ഉള്ളിൽ ചെയ്യും. അതാണ് കാലേബ് യോശുവ ഏറ്റു പറഞ്ഞ കാര്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കീഴടക്കാൻ കഴിയും. അല്ലെ? അവസാനം ഈ 10 പേര് പറഞ്ഞത് അവിടെ അനാക്യമല്ലന്മാരെയും കണ്ടെന്നാണ് പറഞ്ഞത്. അവസാനം കാലേബ് വയസ്സനായപ്പോൾ യോശുവ എടുത്തെന്ന് പറഞ്ഞു, അനാക്യമല്ലന്മാരുടെ മല എനിക്ക് തരണം. ഞാനത് ചിന്തിച്ചിരിക്കുക, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചില്. അവസാനം പുള്ളി ഒരു പ്രഖ്യാപനം നടത്തി, അത് കീഴടക്കുന്നത് എൻ്റെ മകളെ കൊടുക്കും. അങ്ങനെ അത് കീഴടക്കുവാനാണ് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പം താൻ അന്ന് ഏറ്റു പറഞ്ഞ് ഏതർത്ഥത്തിലായിരുന്നു? അന്ന് ഏറ്റു പറഞ്ഞപ്പോൾ നമുക്കറിയാം ഏതാണ്ടൊരു ചെറുപ്പക്കാരനാണ് പുള്ളി. പക്ഷേ അന്നേരം പുള്ളി ഏറ്റു പറഞ്ഞു, യോശുവ പറഞ്ഞു, ഇന്നും എനിക്ക് അതുപോലെ തന്നെ ബലമുണ്ടെന്ന്, പോകാനും വരാനും യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയും. ആ മല എനിക്കിതാ, ഞാനത് കീഴടക്കാം. അപ്പോൾ തീർച്ചയായും വലിയൊരു വിശ്വാസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പാപത്തിൻ്റെ പോരാട്ടം വരുന്നിടത്ത് വിശ്വാസം ഏറ്റു പറയാന്ന് പറഞ്ഞാൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യാനായിട്ട് കഴിയാതെ വിശ്വാസത്തിൻ്റെ ഏറ്റു പറച്ചില്ല. നമുക്ക് കഴിയുന്നല്ല. യോശുവും കാലവും പറഞ്ഞ് നമുക്ക് പിടിച്ചെടുക്കാമെന്നല്ല പറഞ്ഞ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉപകരണം വേണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഉപകരണം വേണം. ഞാൻ വിശ്വാസമല്ല, എന്നെ തന്നെ എന്നെ സമർപ്പിക്കുന്നിടത്താണ് ആ പ്രവൃത്തി ദൈവം എന്നെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുടുംബജീവിതങ്ങളിലും അല്ലെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആന്തരികമായിട്ട് സംഭവിക്കുന്ന രൂപ. 1 പറയുന്നത് നിങ്ങളുടെ 1 ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ദൈവത്തിൻ്റെ മുന്നറിവിനെത്തണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. 1 പത്രോസ് 1-ന്റെ 2-ാമത്തെ വാക്യം, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മത്സരത്തിൻ്റെ അനുസരണക്കേണ്ട അവിശ്വാസത്തിൻ്റെയൊക്കെ ആത്മാവ് പോയിട്ട് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ശക്തിയുടെയൊക്കെ ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് അനുസരണം കാണിപ്പാൻ. അതിൻ്റെ 22-ാമത്തെ വാക്യം, എന്നാൽ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സൗരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. ഈ സൗരപ്രീതി എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലോട്ട് ചിന്ത വരുന്നത് എന്താ? സൗരസൗരന്മാരെ കുറിച്ചാണ്. പക്ഷെ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ അത് കേൾക്കുമ്പോഴേ ചിന്ത വരേണ്ട ആരെക്കുറിച്ചാണ്? ഭാര്യയെക്കുറിച്ചാണ്. ഒരു ഭാര്യയുടെ മനസ്സിൽ ആദ്യത്തെ ചിന്ത വരേണ്ട ആരെക്കുറിച്ചാണ്? ഭർത്താവിനെ കുറിച്ചാണ്. സൗരപ്രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവാണപ്പോൾ തന്നെ ക്രിസ്തുവിൽ സൗരസൗരന്മാരാ അല്ലേ? ഒന്നാമത് നമ്മളിത് എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തിലാണ്, വീട്ടിലാണ് ആരംഭിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആത്മാക്കളെ 1-2 എന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അപ്പം ആത്മാവിൽ നിന്നുള്ള അനുസരണമുണ്ട്, ദേഹിയിൽ നിന്നുള്ള അനുസരണമുണ്ട്. ദേഹിയിലെ അനുസരണം ആരെ പേടിച്ചിട്ടാ? മനുഷ്യനെ പേടിച്ചിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാനാ. ആത്മാവിൻ്റെ അനുസരണമോ ദൈവത്തെ പേടിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റേത് പുറമേ ഉള്ളൊരു കാര്യമാണ് ദേഹിയിലെ അനുസരണം, മറ്റേതോ
ഹൃദയപൂർവ്വം, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കർത്താവ് എപ്പോഴും എങ്ങോട്ടാണ് നോക്കുന്നത്? അവൻ ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെയും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആന്തരിക തലത്തെ ദൈവം എപ്പോഴും പരിശോധിച്ചു. നമ്മുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, മനോഭാവങ്ങൾ. ഇപ്പം പുറമെ ആകാത്തൊരു വാക്ക് പറഞ്ഞാൽ പോലും ദൈവം നമ്മളെ വിധിക്കത്തില്ല. ദൈവം എങ്ങോട്ടാണ് നോക്കുന്നത്? ഉള്ളിൽ അങ്ങനെ പറയാൻ ആഗ്രഹം അവനുണ്ടായിരുന്നു. ചിലപ്പം തെറ്റിപ്പോയതായിരിക്കാം, സ്ലിപ്പായതായിരിക്കാം. ദൈവം എന്നെ കണക്കിടുന്നില്ല. ദൈവം ആ മനോഭാവത്തെ നോക്കിയിട്ട് അവിടെ അതില്ലെങ്കിൽ എന്ത് തരും? 100 മാർക്കും തരും. അതുകൊണ്ടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്, അല്ലെ കോപിച്ചിരിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. സൗരസന്മാരെ, ഈ ഒരു സുവിശേഷം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ കുടുംബങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ സഭയിൽ സഹോദരപ്രീതി, ഇല്ലേ? നമ്മൾ പത്രോസപ്പുസ്തകം തുടർന്ന് പറഞ്ഞത്, ആകയാൽ നിങ്ങളുടെ വിശ്വാസയുടെ വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുവീൻ. യോഹന്നാനും ഇത് തന്നെയാണ് പറഞ്ഞത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ ജീവനിൽ വസിക്കുന്നു, സഹോദരനെ പകയ്ക്കുന്നവനൊക്കെ കൊലപാതകനാണ്. അപ്പോൾ ഈ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആരായിരുന്നു പറഞ്ഞത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇല്ല, നമ്മുടെ ആരാനായിരുന്നു വചനം പറഞ്ഞല്ലേ? ഇപ്പൊ 3 നിലനിൽക്കുന്ന ഇവര് വലുതോ അല്ലേ? ആരാനല്ലേ പറഞ്ഞു? അല്ലേ? ഏബില്. ഓക്കെ. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പൊ ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവിനാലാണ് റോമർ 5:3 നമ്മൾ വായിക്കുന്നത്. 5:5 ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയല്ലോ. ഈ സ്നേഹത്തിൽ തികയും തോറുമാണ് നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തോടെ കൂടുതൽ കൊണ്ട് അനുഭവപ്പെടുന്നത്. ആ തേജസ് എന്ന് പറഞ്ഞാൽ അതാ. ആ സ്നേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ, കരുണയുടെ, ദയയുടെ, ദീർഘക്ഷമയുടെ, ദോഷം കണക്കിടാത്ത, അത് വർദ്ധിച്ചു വരണം. അത് നമ്മൾ കുടുംബത്തിലും സഭയിലും പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പുറത്തും വെളിച്ചമായിരിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ ഒരു നേച്ചറായി കഴിഞ്ഞാൽ എവിടെ ചെന്നാലും അതാ കാണിക്കുന്നില്ലേ? പാമ്പിനെ ചവിട്ടിയാൽ പഠിക്കും, അതതിൻ്റെ നേച്ചറാണ് എന്ന് പറഞ്ഞ പോലെ ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും എന്ത് ചെയ്യും? ശത്രുവിനെ സ്നേഹിക്കും, പൈക്കുന്നവരെ സ്നേഹിക്കും. അല്ലെങ്കിലോ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, പൈക്കുന്നവരെ പൈക്കും. നമ്മൾ അങ്ങനെ തുടങ്ങുന്നത്. പക്ഷെ മുന്നോട്ട് പോകുന്നവർ ഇങ്ങനെ ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ കൂടുതൽ അറിയാൻ തുടങ്ങണം. അതാ നിത്യവനാന്ന് പറഞ്ഞു. ഏകസത്യം നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ അറിയും തോറുമാണ് നമുക്ക് രൂപാന്തരം. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരത്തില്ല. ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സ്വഭാവം അറിയാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. നമ്മളെ താഴ്മയിലേക്ക് കൊണ്ടുവരും, സൗമ്യതയിലേക്ക് കൊണ്ടുവരും, ദൈവഭയത്തിലേക്ക് കൊണ്ടുവരും. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കാനായിട്ട് തുടങ്ങും. ആദരിക്കുന്നതിൽ മുന്നിട്ട് ആരും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ജീവനത്തിൻ്റെ നദി അത് ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ പുറമേ കാണിക്കുകയല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നിനെയാണ് നമ്മൾ. അത് യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അതാ. പുറമേ കാണിക്കുന്നത് അഭിനയമാണ്, അല്ലേ? യേശു ക്രിസ്തുവിനെ പോലെ അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഉണ്ട്. അതാ പണ്ട് സാഹിബ് ഉദാഹരണം പറഞ്ഞില്ലേ? ഇവർ ഈ ഏതൊരു രാജ്യത്ത് അങ്ങനത്തെ ഇവരുടെ ഈ സമയത്ത് ഇവർ ആശ്ചര്യമായിട്ട് അങ്ങനെ ചെയ്യും. ആണി അടിക്കുകയല്ല, കുരിശെ കെട്ടിയൊക്കെ ഇടും. എന്നിട്ട് അടിക്കുന്നതായിട്ട് കാണിക്കുകയും ചെയ്യത്തുള്ളൂ. ചാട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണുന്നവർക്കൊന്നും ഭയങ്കര അടിയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരുത്തൻ ശരിക്കും അങ്ങ് അടിച്ചു. ഇപ്പൊ കുരിശെ കിടന്നവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി വരട്ടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലാ നമ്മള് പലപ്പോഴും ബാഹ്യമായ ഒരു ഇതിലാ പോകുന്നത്. ഉള്ളിൽ എന്താ പറയുന്നത്? നിന്നെ ഞാൻ കണ്ടോളാം, അല്ലെ? സൗകര്യമാരോടുള്ള ബന്ധത്തിൽ, അല്ലെ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ, ഭർത്താക്കന്മാരുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താ പലപ്പോഴും പറയുന്നത്? ആയിക്കോട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് രൂപാന്തരപ്പെടുത്തുമ്പോൾ ഉള്ളിൽ നിന്നാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിൽ നിന്ന്. ആ ജീവിതം എവിടുന്ന് ആരംഭിക്കുന്നത്? ഉള്ളിൽ നിന്ന്. അപ്പം അങ്ങോട്ടാണ് ദൈവം നമ്മളെ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ ഒരു കാര്യത്തെ ലക്ഷ്യം വെക്കാൻ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ജീവിതം ആവശ്യമുള്ളത്. ഈ പുറമേ കാണിക്കുന്ന ഈ ഭക്തിയുടെ വേഷം എനിക്ക് വേണ്ട കർത്താവേ. നിന്റെ അതേ സ്വഭാവം എന്നിൽ നിന്ന് പ്രതിഫലിക്കത്തക്കവണ്ണം നിന്റെ ആ ജീവനാലും ആത്മാവിനാലും എന്നെ നിറയ്ക്കണം എന്നൊരു നിരന്തര പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.